16ാമത് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് ആവേശോജ്വല തുടക്കം. സമ്മേളന നഗരിയായ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടൻ പ്രകാശ് രാജ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ യുവാക്കൾ ഒന്നിച്ചാൽ ഫാസിസ്റ്റ് ഭരണാധികാരികളെ താഴെയിറക്കാൻ കഴിയുമെന്ന് പ്രകാശ് രാജ് പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ സമര പോരാട്ടങ്ങൾ വിളിച്ചോതിക്കൊണ്ട് വീണ്ടും ഒരു സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. രാവിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് ഔദ്യോഗിക തുടക്കമായി. തുടർന്ന് പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രതിനിധി സമ്മേളനത്തിന്റെ നടപടികൾ ആരംഭിച്ചു. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടൻ പ്രകാശ് രാജ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. The youth have questioned. The youth of this country are giving me hope. So today when I stand in front of you and I'm inaugurating the 16th edition of DYFI, for the first time after a decade, I'm more confident that the end of the fascist rule is closing. This movement, which is now threatening the fascists, should grow richer with having the sense of politics and having the righteousness and to decide or create an awareness. I hope this is just not a fight, it's a longer journey, and I'm so happy and I'm so proud and I'm thankful to you all for inviting me here to inaugurate this. Thank you. Good day. യുവധാര യുവസാഹിത്യ പുരസ്കാരങ്ങൾ സമ്മേളനവേദിയിൽ നടൻ പ്രകാശ് രാജ് ജേതാക്കൾക്ക് കൈമാറി. സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച ശേഷം ഗ്രൂപ്പ് ചർച്ചകൾ നടക്കും. ഇന്ന് രാത്രി 9:30 വരെ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച തുടരും. നാളെ രാവിലെയും ചർച്ച തുടരും. നാളെ വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന രക്തസാക്ഷി കുടുംബസംഗമം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. 22-ന് വൈകിട്ട് 4 മണിക്ക് പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 605 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.